എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാര് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറരുത്. ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേര് മാറൂലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പേര് മാറിയില്ലേ കല്യാണം കഴിഞ്ഞപ്പോ? എന്റെ ഭാര്യയുടെ പേര് സുമയ്യ, കല്യാണം കഴിഞ്ഞപ്പോ എന്തായി? സുമയ്യ സിറാജ് എന്നായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാറ്റിയോ? ഭർത്താവിന്റെ പേര് ചേർത്തോ? സ്നേഹം, മുത്ത് ഇല്ലേ? എന്നാ നിനക്കറിയോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേരെ ചേർക്കാൻ പാടുള്ളൂ. ആരും അറിയാതെ അപ്പുറത്ത് പോയി വേറെ ഒന്ന് കിട്ടും. എന്നിട്ടൊരു വാടക വീട് എടുത്തു കൊടുത്ത് പറയും, ഇവിടെ നിന്നോ, ഞാൻ അണ്ണാച്ചി വരുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ വരാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ദീനിലില്ല. അതറിയോ നിനക്ക്? അങ്ങനെ പെണ്ണ് കെട്ടാ അള്ള പറഞ്ഞില്ല. എടാ, നീ പെണ്ണ് കെട്ടിയാൽ 4 ഭാര്യമാരുണ്ടെങ്കിൽ ആ 4 പേരെയും ഒന്നുപോലെ നിനക്ക് നോക്കാൻ പറ്റണം. ഒന്നുപോലെ. അവരെ 4 ആയാലും 3 ആണെങ്കിലും 2 ആണെങ്കിലും ആ 2 ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച നീ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച അവൻ രക്ഷപ്പെടൂല. ഇനി എത്ര വലിയ ഖുതുബുൽ അഖ്താബാണെങ്കിലും രക്ഷപ്പെടൂല. നാളെ നാണം കെട്ടു പരലോകത്ത് വരുന്ന വിഭാഗത്തിൽ പെട്ടവനാണ് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ്. എടാ, 2 എണ്ണം കെട്ടാൻ അന്തസ്സുണ്ടെങ്കിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും അന്തസ് കാണിക്കണം. 2 ഭാര്യമാര് 2ഉം 3ഉം കെട്ടാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്ക്. എന്തിനാ പേടിക്കുന്നേ? ഓളോട് പറ, ഞാൻ ഒന്നുകൂടെ കെട്ടിയെന്ന്. നീ ധൈര്യമായിട്ട് പോയി പറ. ഒളിച്ചും പാത്തും ഇങ്ങനെ നടക്കുന്ന എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ചെലവിന് കൊടുക്ക്. ചിലത് ചെലവിനും കൊടുക്കത്തില്ല. സുബ്ഹാനല്ലാഹ്, കെട്ടി ഇങ്ങനെ നടക്കും. ചെലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നില്ലേ? പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാൻ ആഗ്രഹമുണ്ട്. സാധാരണ വഴുതു പറയണ ഉസ്താദ് മൊത്തം പെണ്ണുങ്ങളെ കുറ്റം പറയണത്. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതെന്ന് അവർ സന്തോഷത്തില്ല. അള്ളാഹു അവരുടെ സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എടാ, ഞാൻ പറയുന്നത് ചെലവിന് കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. ഭർത്താവ് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. ദിക്റും പറഞ്ഞു നടക്കണം. നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരത്തില്ല. എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരത്തില്ല, ആവശ്യമുള്ളതുപോലും തരത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുവാദമില്ലാതെ പൈസ എടുക്കും നബിയെ. എന്റെ ഭർത്താവിന്റെ പൈസ ചോദിക്കാതെ ഞാൻ എടുക്കും. പാവാണോ നബിയെ? അള്ളാഹു ഇൽമു അടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഭർത്താവിന്റെ പൈസ ചോദിക്കാതെ ഭാര്യ എടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ എന്നെ നോക്കിയിരിക്കണേ? എടുക്കാൻ പാടുണ്ടോ താത്താമാരെ? വല്ലപ്പോഴും 50, 100 പൊക്കൂലേ? എടുക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം മസല. ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അനുവാദമില്ലാതെ പൈസ എടുക്കാറുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിനക്ക് അർഹതപ്പെട്ടത് പോലും തരുന്നില്ല. നിനക്ക് ആവശ്യപ്പെട്ടത് പോലും, നിനക്ക് ഡ്രസ്സ് വാങ്ങാൻ, ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് വാങ്ങാൻ, ഇങ്ങനെ ഒന്നും തരുന്നില്ല. നിനക്ക് അർഹതപ്പെട്ടത് പോലും തരാതെ വരുമ്പോഴേ ആവശ്യം. എന്നാലും ആവശ്യമുള്ളത് എടുക്കാവൂ, എത്തിക്കാനിലാക്കിക്കരുത്. ആവശ്യമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ കൊടുക്കണം? നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യപ്പെട്ടത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അവളെ പൊന്നുപോലെ നോക്കേണ്ടവളാ നമ്മൾ. നമ്മുടെ ഭാര്യയെ നമ്മൾ പൊന്നുപോലെ നോക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഹിജറ ചെയ്ത് വന്നവളാണ് ഭാര്യ. അതുകൊണ്ട് അവൾ ആദരിക്കണം, അവളെ ബഹുമാനിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയാൻ മടിയെന്തെന്നറിയോ? നിനക്കറിയാഞ്ഞിട്ടാ അവളെ കുറിച്ച്. എടാ, ഭാര്യയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു വന്നത്, നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കണം. ഭർത്താവ് ഹാഫിളോ ആലിമോ ഇമാമോ പ്രഭാഷകനോ തങ്ങളോ ആരുമാകട്ടെ, നീ എത്ര വലിയ മഹാനാണെങ്കിലും
നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തെളിവ് പറഞ്ഞു തരട്ടെ. നീ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, നീ സ്വർഗത്തില. പക്ഷെ ഭാര്യ നല്ലവളല്ലെങ്കിൽ ഭയക്കണമെന്ന് പറയാനുള്ള കാരണം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനെ പോലെ ദഅവത്ത് നടത്തിയ ആരുമില്ല. 950 കൊല്ലം ദഅവത്ത് നടത്തി. വയസ്സതിനേക്കാളും കൂടുതലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയ 950 കൊല്ലം. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ഇല്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി ഇങ്ങനെ താഴ. നൂഹ് നബി കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നു മോനെ, ഇത് അല്ലാടെ അദാബ, പടച്ച റബ്ബിന്റെ അദാബ. രക്ഷപ്പെടണമെങ്കിൽ ഈ കപ്പലിൽ കയറു മോനെ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. മോനെ, അള്ളാഹുവിന്റെ അദാബായത്. ഉപ്പച്ചി പറയുന്നത് കേൾക്ക്, എൻ്റെ പൊന്നുമകൻ ഈ കപ്പലിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടോണം, വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. കണ്ണിന്റെ മുമ്പിൽ കടന്ന് മുങ്ങി മരിച്ചു. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മോൻ? നൂഹ് നബിയുടെ മോൻ ലൂത്ത് നബി അലൈഹിസ്സലാം. അതും പ്രവാചകനാ. പക്ഷെ ഭാര്യയ്ക്ക് വിശ്വാസമില്ലായിരുന്നു, മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ നല്ലവനാ, നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ? നിന്റെ ഭാര്യയുടെ കയ്യിൽ. അവൾ നല്ലവളല്ലെങ്കിൽ എന്തോ ചെയ്യും? മൊബൈൽ എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറയും, എൻ്റെ റീലെടുക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഭാര്യ മൊബൈൽ എടുത്ത് മോളുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഉമ്മച്ചിയുടെ റീലെടുക്കാൻ. അങ്ങനെ ഉമ്മച്ചി അങ്ങോട്ട് റീലെടുക്കും. എടുത്തു കഴിയുമ്പോൾ, കൊള്ളാവോ മോളെ, സൂപ്പറാ ഉമ്മ, എന്നാ ഇനി ഉമ്മ റീലെടുക്ക്, ഞാൻ ആടാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാര്യമാര് നല്ലവരാകണം. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആണുങ്ങളെക്കാൾ ദീൻ പഠിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് നമ്മുടെ ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇനി താത്താമാര് ഇത്രയും നേരം അങ്ങ് മുകളിൽ കയറിയില്ലേ, അങ്ങ് മുകളിൽ നിൽക്കല്ലേ. ഇനി നിനക്ക് പോകണമെങ്കിലോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന് ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ആ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പടച്ചവനെ അങ്ങനെ വലിയ യാത്രയാണ്. സഞ്ചരിച്ചു വരുമ്പോ പല ആവശ്യങ്ങളാണ്, അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. അവസാനം ആയിഷ ബീബി തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബിതങ്ങൾ കണ്ടു, സഹാബത്തിൽ പലരും കണ്ടു. ആയിഷ ബീബി കയറിക്കഴിഞ്ഞപ്പോ ആണുങ്ങൾ മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത്, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ലെന്ന്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. റബ്ബേ,
ആയിഷ ബീബി നോക്കി നബി തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാ, ആയിഷ ബീബി നോക്കുമ്പോ നബി തങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെയും കാണുന്നില്ല. അവസാനം ആയിഷ ബീബി ചിന്തിച്ചു, പടച്ചവനെ ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. അങ്ങനെ ആരോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആരും കണ്ടില്ലടോ, ഒരാളും കണ്ടില്ല. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ ബീബി കേറുന്നത് കണ്ടത് കൊണ്ട് പിന്നെ ആരുമുണ്ടോ എന്ന് നോക്കിയില്ല. അങ്ങനെ യാത്ര തുടരുകയാണ്. പടച്ചവനെ കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പോയിരിക്കുകയാ. നബിതങ്ങളും സ്വഹാബത്തും പോയി, ആരെയും കാണുന്നില്ല. ആയിഷ ബീബി അല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി വഴിയോരത്തിരുന്ന് കരയുകയാ. ചെറിയ പ്രായമാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുതിരപ്പുറത്തു വരികയാ. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്തെന്നറിയുവോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ടുവരാൻ നബി തങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. ആ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. മുത്തുനബിയുടെ ഭാര്യ ആയിഷയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷയോ. ഉമ്മാ കേറുമ്മാ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മാ, അവിടെ ഇരുന്ന് കരയില്ലേ ഉമ്മാ. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചാടിയിറങ്ങുകയാണ്. കേറുമ്മാ, ഞാൻ നടക്കാം ഉമ്മ, ഈ വഴി വാഹനത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാം ഉമ്മ. ഉമ്മ ഇതിന്റെ മുകളിലേക്ക് കേറ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം വേറെ ഒരു വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ്. പടച്ചവനെ, നബി തങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു. അപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. വലിയ വിഷയമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. നബി തങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. പടച്ചവനെ, വലിയ പ്രശ്നമായടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് സഫ്വാൻ നടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുതിരപ്പുറത്തിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു. ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ അല്ലാഹുവേ, മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, നബി തങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല, സഹാബത്തിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്. മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ്. അവനാണ് പറയുന്നത്, രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയെ വ്യഭിചാരോപണം തുടങ്ങുകയാണ്. റബ്ബേ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നടോ. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, പടച്ചവരെ ശത്രുക്കളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അത് കാരണം പലരും വിശ്വസിച്ചടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയായി. ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബി തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ
വല്ലാത്ത സങ്കടമായി. പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ. അവസാനം കേട്ട് കേട്ട് നബിതങ്ങളും അടുത്തടോ. അള്ളാന്റെ റസൂലിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്കെന്റെ ആയിഷയെ അറിയാ സഹാബ, എനിക്കെന്റെ ആയിഷയെ അറിയാ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങൾ പറയുകയാണ്, എന്റെ ആയിഷാനെ എനിക്കറിയാ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്നു വരെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു മോശമായ കാര്യം എന്റെ ആയിഷ ചെയ്യുന്നത്, എന്റെ ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്കറിയാ. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ നല്ലവളാണ്. എന്റെ ആയിഷ നല്ലവളാണ്. എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴകൾ കാമെന്ന സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ. എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള്? 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാൽ, അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവരെ ഇവള് നല്ലവളാണ്, ഇവള് നല്ലവളാണ്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്. എന്റെ ജീവിതത്തിന് മാറ്റം വരാൻ ഇവളാണ് കാരണം. ഇവക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങിത്തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ, നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരിക്കെട്ടി പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി, പൊക്കോ വാരിക്കെട്ടി പൊക്കോ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാനാ പറയാ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചൊരു നാട് മുഴുവനും പറഞ്ഞപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ? ഇന്നങ്ങനെ പറയത്തില്ല. സ്നേഹമില്ലല്ലോ. ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും. 2 മനസ്സാടോ? 2 മനസ്സാ, സ്നേഹമില്ല. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് പോലും അറിയത്തില്ലല്ലോ. കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് പോലും അറിയില്ല. പെണ്ണ് കിട്ടിയിട്ട് 30 കൊല്ലമായി അല്ലേ? കുടുംബജീവിതത്തിന്റെ വില നിനക്കറിയോ? എടോ, നബിതങ്ങൾ പറയാ, ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. നിന്റെ വീടെത്താറായി, ഇടവഴിയിലൂടെ പോവാ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീ ഒന്ന് പിടിച്ചു, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാ മതി. പിടിക്കോ?
ഏത് ഭർത്താവാ? പടച്ചവനെ, ഭാര്യ പുറകിൽ ഭർത്താവ് മുമ്പിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരിക, ഒരുമിച്ച് വരൂല. ഭാര്യയുടെ കയ്യെ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളേ? ആരാ പിടിക്കുക? പിന്നെ നിങ്ങൾ ചോദിക്കും, എന്തിനാ ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ? ഇടവഴി ചെല്ലുമ്പോ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. കാരണം ഈ ടൗണിൽ കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലയിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട്. അത് ചുമ്മാതെ അഭിനയോടാ, അത് വെറും അഭിനയം, അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ, അത് വേറെ. ആത്മാർത്ഥ സ്നേഹം, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി, രണ്ടുപേരുടെയും പാപം പൊറുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. ചിരിക്കാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി? ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ചിരിക്കാറുണ്ടോ താത്ത? കാടന്തല് കുത്തിയതുപോലെ അല്ലേ? സംസാരിക്കാറുണ്ടോ? ഭർത്താവേ, നിന്റെ ഭാര്യ എടുത്ത് നീ സംസാരിക്കാറുണ്ടോ? അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോ, ആമിന സുഖമാണോടി, ഇക്ക സുഖമാണോ, അയ്യോ എന്തൊരു വിശേഷം അന്വേഷിക്കല. സ്വന്തം പെണ്ണുമ്പിള്ളയെ കാണുമ്പോ അല്ലാഹു അഅലം, പടച്ചവൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ നടക്ക, സ്നേഹവും ഇല്ല, ഒന്നുമില്ല. സ്നേഹമില്ലയുടെ ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നിട്ട് രണ്ട് മനസ്സാ, പറ്റിക്കലും വഞ്ചിക്കലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചതിയും വഞ്ചനയായിട്ട് ഇങ്ങനെ നടക്കുക. എല്ലാം അഭിനയ, സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടും. അങ്ങനത്തെ അഭിനയ വെല്ലുന്ന രീതിയിലാ ഭർത്താവും ഭാര്യയില്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ പൊക്കോളാൻ, രക്ഷപ്പെട്ടോളാൻ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാൻ. എന്ത് നല്ല ഭർത്താവ് അല്ലേ? നീ ആരാ? നിന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ? ഇവിടെ കയ്യിൽ ഫോണില്ലേ? ഞാൻ ചോദിക്കട്ടെ, കയ്യിൽ ഫോണില്ലേ? ലോക്കിടാതെ ഈ ഫോണ് കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ധൈര്യമുണ്ടോ? ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ ഓരോന്നിന്റെ ഫോണില്. ആമിനാത്ത, നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ എത്ര ലോക്കാ? നിന്റെ മുഖം തന്നെ നോക്കണം, ഫിംഗർ പ്രിന്റ് വേണം, എങ്കിലേ തുറക്കത്തുള്ളൂ. ഗാലറി കയറണമെങ്കിൽ അടുത്ത ലോക്ക്. ഞാൻ ഒരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള വാപ്പ, നിങ്ങളിപ്പോൾ ഇറക്കി വിട്ട മനുഷ്യനെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഒരു പ്രായമുള്ള വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുക്കണ ലോക്ക് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് തെള്ളിപ്പോയടോ. ആ മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലും എമ്മൊക്കെ ഇടും, ഇയാള് ഒരു വല്ലാത്ത ഇസഡ് പോലെ തുറണ, ഇങ്ങനെ വല്ലാത്തൊരു ലോക്ക, അങ്ങനത്തെ ലോക്ക. ഇല്ലേ? എന്തിനാ കാക്ക ഈ ലോക്ക്? എന്തിനാ ഇത്ര ലോക്ക്? ഭാര്യ ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണം? നിങ്ങൾക്ക് സംശയ രോഗമാണ് അല്ലേ? ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം, നീ എന്തിനാ? ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്ക് എടുക്കാൻ പാടില്ല. ചോദിച്ചാ പറയും, ഓക്ക് സംശയ രോഗമാണ്, എപ്പോ നോക്കിയാലും പരിശോധന അല്ലേ? ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കത്തുമില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല. രണ്ടുപേരും ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുക. സർവ്വലോക്ക്, അതിനേക്കാളും വലിയ ലോക്കൊന്നുമില്ല. ഭർത്താവ് നല്ല മനുഷ്യനാ, കക്കൂസി പോകുമ്പോഴും അതുകൊണ്ടാ പോണേ, വെക്കത്തില്ല. ഒരിക്കൽ കുടുംബ വഴക്ക് തീർക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ വാക്ക, ഇയാളുടെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നത്. എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന എന്താ, ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണത്. ഉറപ്പേ, അത്രയ്ക്കും സ്നേഹവാദിനെ. അതവസ്ഥ. എന്തേ സഹോദര, ഇടം മറച്ചു വെക്കാൻ ഉള്ളത് കൊണ്ടല്ലേ നീ ഒളിച്ചും പാത്തും കൊണ്ട് നടക്കുന്നേ? നീ എന്തിനാ ഈ ലോക്കൊക്കെ ഇടുന്ന? എന്തിനാ? കുറെ കാലം നിങ്ങൾ പറഞ്ഞു, ഉസ്താദെ അത് മക്കളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാ. കുറെ കാലം കൊറോണയ്ക്ക് മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ട്. ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാണ് ഞാൻ ലോക്ക്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അമ്മര് തലകണയിൽ എത്രയുള്ള ടാബും കൊണ്ടല്ലേ നടക്കണേ? വാപ്പാടെ കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോൺ മക്കളെടുത്തില്ലേ? നിന്റെ ഫോൺ എന്തിനാ? അപ്പൊ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. എടാ, നിന്റെ ലോക്ക് നിന്റെ ഭാര്യ അറിയട്ടെ. എന്റെ ഫോണിൽ ലോക്കുണ്ട്, എന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരുടെയും ലോക്ക് ഒന്നാ. രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് എന്റെ മക്കൾക്കും അറിയാം. പേടിക്കാവൊന്നുമില്ല. അതിനകത്ത് ഇപ്പൊ ആര് വിളിക്കാതിരിക്കുന്നത്? എടുത്തുകിട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ വിശ്വാസം ഉണ്ടാകുന്നത്. ഈ മറച്ചു ഒളിയും കള്ളത്തരൊക്കെ എന്തിനാ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, മോട്ടിച്ച് തിന്നുന്നവൻ അങ്ങനെ തന്നെ നടക്കും. അത് ഉദാഹരണം നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോ ഒരു പഴം, ഒരു മാമ്പഴം എടുത്തു തന്നു, എന്നാ തിന്ന്. അതിനൊരു ടേസ്റ്റ് ഇല്ലടോ. എന്നാ വല്ലവന്റെ മാവിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരെണ്ണം എടുത്തിന് നോക്കിയാ വല്ലാത്ത ടേസ്റ്റ് അതിന്. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കടക്കത്തില്ല. മോട്ടിച്ച് തിന്നുന്നവൻ, ഒളിച്ച് നടന്നവൻ, പറ്റിച്ചവൻ, അവൻ എങ്ങനാണെങ്കിലും പറ്റിക്കുക തന്നെ ചെയ്യും. നല്ലവൻ അവൻ ജീവിക്കേണ്ടതുപോലെ നല്ലതൊരു ജീവിക്കും.
നീ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നല്ലവനാണെങ്കിൽ നീ പേടിക്കണ്ട, നിന്റെ പെണ്ണുമ്പിള്ള നിന്നെ തേക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ നല്ലവനല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്ന അഭിനയമൊക്കെ നിർത്ത്. സ്നേഹമൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ നിർത്താം. സഹോദരിമാര് പറയുന്നത് എൻ്റെ ഇക്ക എന്ന് പറഞ്ഞ ജീവനാ നിനക്ക് ഇല്ലേ? ഏയ്, ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുക, കുട്ടികളുടെ വാപ്പാന്നൊക്കെ വിളിക്കുമല്ലോ. നിന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്നല്ലേ പറയുന്നേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നീ മരിച്ചെന്ന് കരുതുക. അള്ളാഹു നിനക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 10, 15 അല്ലെങ്കിൽ 10, 25 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയും, അളിയാ, പടച്ചറബിൻ്റെ തീരുമാനം, ഓള് പോയി, അള്ളാഹു സ്വർഗമൊക്കെ കൊടുക്കട്ടെ, മക്കളൊക്കെ ഇല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. നിന്റെ ഭർത്താവിനോടാ ചോദിക്കുന്നത്. 10, 25 ദിവസമേ ആയുള്ളൂ. നിന്റെ ഇക്കാനോട് ചോദിക്കുന്നു, ഒരു നല്ല പെണ്ണുണ്ട്, വലിയ വയസ്സൊന്നുമില്ല, മക്കളൊന്നുമില്ല, ആലോചിക്കട്ടെ. എന്താ മറുപടി? നിന്റെ ഭർത്താവ് പറയും, ഞാൻ പറഞ്ഞുതരാം മറുപടി, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാർ വല്ലതും പറയും. അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ, ചിലത് 40 പോലും നിൽക്കത്തില്ല, അത് വേറെ. 40 കഴിയട്ടെ, നാട്ടുകാർ വല്ലതും പറയൂടാ, നാണം കെടുത്തു, ഒന്ന് ക്ഷമിക്ക്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. ഇനി നിങ്ങൾ മരിച്ചെന്ന് കരുത്, 4 മാസവും 10 ദിവസവും പെണ്ണ് ഇരിക്കണം. ആരായിരിക്കണേ? CC അടഞ്ഞു തീരാറായ ഉമ്മാമ. ഇന്ന് ഇരിക്കുന്ന പെണ്ണുങ്ങൾ അധികം പേരും പ്രായമുള്ളവരായിരിക്കുക. ഇവരാ 40 ദിവസം ബദർ യുദ്ധം നടത്തുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ചു പിടിച്ചിരിക്കും, പിന്നെ പുറത്തിയാടും. പോലും ഇരിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? സ്നേഹമില്ലാത്തത് കൊണ്ട്. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവ് മരിച്ചു, ചെറുപ്പത്തിലാ മരിച്ച, കല്യാണം കഴിക്കാൻ പ്രായമുണ്ട്, കല്യാണം കഴിക്കൂല. എൻ്റെ ഇക്ക മരിക്കുന്നവരെ ജീവിക്കും. തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ കണ്ണ് നിറയോടോ. ഓൾ എന്താണെന്നറിയില്ല, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ അപ്പ കരയും. അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്നേഹിക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്ക്, പഠിക്ക്. ചുമ്മാ സിനിമയും സീരിയലും കണ്ട് അള്ളാഹു അലം. പണ്ട് ഉസ്താദന്മാര് പറഞ്ഞു, സീരിയൽ കാണല്ലേ എന്ന്. അന്ന് നിങ്ങൾ ഇരുന്ന് കഞ്ചാവ് അടിക്കുക പോലെ കണ്ടതല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സർവ്വതും പഠിപ്പിക്കുന്നത് സീരിയലാ. അമ്മായി അമ്മയെ തലക്കടിച്ച് കൊല്ലണ്ട എങ്ങനെയാന്ന് പഠിപ്പിക്കേണ്ടത് അതാ. കൂടപ്പറപ്പിന്റെ പെണ്ണുമ്പിള്ളെ എങ്ങനെ പുഴക്കുച്ച് അടിപ്പിക്കുക, എല്ലാം സീരിയലാ പഠിപ്പിക്കണേ. അതിന് വല്ലാത്ത ദുരന്തമായി വന്നിരിക്കുന്നു. ഇന്ന് വനിതാ കമ്മീഷൻ വരെ കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അല്ലാതെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പിന്നെ എല്ലാം പ്രേമവും പ്രണയവും പടച്ചോൻ അത് നോക്കിങ്ങനെ നടക്കുക. എടാ, സ്നേഹിക്കടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കണം. ഞാൻ പറയുന്നത് പ്രേമിക്കണം, അവനവൻ്റെ ഭാര്യയെ പ്രേമിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക, കണ്ടവൻ്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക. ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്നേ? സ്നേഹിക്കാൻ പഠിപ്പിച്ചതെന്നാ. കാമുകനും കാമുകിയും കൂടെ ഒരു ജ്യൂസ് എടുക്കും, ഒരു ജ്യൂസ് മേടിച്ചിട്ട് 2 പേരും കൂടെ സ്ട്രോ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കും. ഇത് പഠിപ്പിച്ചതെന്ന ആരാ? ഇങ്ങനെ കുടിപ്പിക്കാൻ ഇങ്ങനെ കുടിക്കണമെന്ന് പഠിപ്പിച്ചെന്നാരാ? എടാ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പഠിപ്പിച്ചു തന്നാരാ? ഞാൻ ഒരു പ്രണയ ജോഡിയെ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് പറഞ്ഞു തന്നെ വാപ്പ, നിനക്ക് ഈ വയസ്സാം കാലത്ത് പ്രേമിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കണം. എൻ്റെ ഈ ചരിത്രം കേട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചുമ്മാ വാപ്പ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്ത് നോക്കുന്നു, ഇങ്ങനെ നിർത്തുന്നില്ലല്ലോ. അള്ളാഹു ആ വാപ്പാടെ ആക്കിവത്ത് നന്നാക്കി കൊടുക്കുവാനാകട്ടെ. വാപ്പ ഇങ്ങനെ വാച്ചിലും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. 10:40 നിർത്തുന്നില്ലല്ലോ. അള്ളാഹു ആ മനുഷ്യൻ്റെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. 11 മണി വരെ ഇരിക്കുവോ? പിരിക്കാൻ തുടങ്ങിയാൽ ഇതിനൊന്നും ഉണ്ടാവില്ല. കുറച്ചു നേരം കൂടി ഇരിക്കല്ലേ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇവിടൊക്കെ തന്നെ കാണണം. വളയും മോതിരമൊക്കെ ഉണ്ട്, എല്ലാം ഊരിക്കണമെന്ന് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഞാൻ ഈ കുടുംബജീവിതം പ്രസംഗിക്കൂലോ,
കയ്യിൽ നിന്ന് പോകുന്ന വിഷയം അത്. എനിക്ക് സത്യം പറഞ്ഞ ഉസ്താദന്മാരൊക്കെ ഇരിക്കണ സമയത്ത് ഞാൻ പറയത്തില്ല, കാരണം എനിക്കിത്തിരി തമ്മീസ് കുറവാ. പറഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. പ്രായവും പക്വതയും ഒന്നും നോക്കത്തില്ല. അള്ളാഹു നമുക്ക് പുറത്തുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് 25 വയസ്സ്. നബി തങ്ങളുടെ പ്രായം 25 വയസ്സ്. ഖദീജ ബീവിയുടെ പ്രായം 40 വയസ്സ്. 40 വയസ്സുകാരിയായ ഖദീജയെ 25 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. പ്രേമിച്ച് കെട്ടിയതല്ല, ഒന്ന് നാട്ടുകാരി കെട്ടിപ്പിച്ചതും അല്ല. അല്ലാഹു മന്ദിരമാറാകട്ടെ. രണ്ടെണ്ണം പഠിക്കേണ്ടത്. 25 വയസ്സുള്ള നബിതങ്ങള് ആ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 40 വയസ്സുകാരിയായ ഖദീജയെ വിവാഹം കഴിച്ചതാ, പ്രേമിച്ചൊന്നും കെട്ടിയതല്ല. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്. ഇവര് രണ്ടുപേരും 25 വർഷം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം 65 വയസ്സ്. ഖദീജ ബീവിയുടെ പ്രായം 65 വയസ്സ്. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ. എന്താപ്പാ പ്രായമുള്ളവരൊന്നും പൊക്കണില്ല സാർ. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കടോ. കാണാനുള്ള കൊതി കൊണ്ടാടോ. എന്താ പാപ്പ നിങ്ങൾ പൊക്കാത്ത? അള്ളാഹുവേ, ഈ പാവങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, 65 വയസ്സുണ്ട് പടച്ചവനെ പ്രായം ചെന്ന മനുഷ്യന്മാരാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളിവെടുത്ത് നിസ്കരിച്ച് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അപ്പൊ 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഉമ്മമാരാരെങ്കിലും ഉണ്ടോ 65 വയസ്സുള്ളവരൊന്ന് കൈവക്കാൻ? അപ്പൊ നിങ്ങളുടെ പ്രായം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. ഖദീജ ബീവിയുടെ പ്രായം 65 വയസ്സ്. ഈ 65 വയസ്സുള്ള വൃദ്ധയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ വരുന്നതും കാത്ത് വീടിന്റെ വാതിലിൽ നിൽക്കും. അങ്ങനെ 65 വയസ്സുള്ള ഖദീജ ബീവി തന്റെ ഭർത്താവ് വരുന്നതും കാത്ത് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക. 65-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ കടന്നു വന്നു. ഇവിടെ നിന്ന് ചിരിക്കുന്ന മുഖത്തോടെ ഖദീജ ബീവി സ്വീകരിച്ചു. അങ്ങനെ നബിതങ്ങൾ വീടിന്റെ അകത്ത് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചു. രണ്ടുപേരും കഴിക്കാനിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ? എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ? എന്താ ഖദീജ? നബി തങ്ങൾ ആ ഖദീജ ബീവിക്ക് വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരി തരട്ടെ നബിയെ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ അവസാനമായിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത എന്നാണെന്ന് ഈ അടുത്ത കാലത്തെങ്ങാനും ഉണ്ടോ? നിന്റെ ഭർത്താവ് ഈ അടുത്ത സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒരുള്ള ഭക്ഷണം നിനക്ക് വാരി തന്നിട്ടുണ്ടോ? നീ കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു അഅലം. നബിതങ്ങൾ ഖദീജ ബീവിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് വാരി കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65 വയസ്സുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ മടി കടന്നോ ഖദീജ? നീ എവിടെയാ വാപ്പ കിടക്കണേ? 50, 55, 60 ഒക്കെ കഴിഞ്ഞ ഓള് വേറെ റൂമിൽ, നീ വേറെ റൂമിൽ. ഇന്ന് പ്രായമായി കഴിഞ്ഞ വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്. കാരണം കൂടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഇനി ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ വിളിക്കുക, ആമിന വാടി കിടന്നുറങ്ങാം. മക്കള് നിങ്ങൾ മക്കളെന്ന് കൂടെ കിടക്കൂല. എടോ, വയസ്സാം കാലത്താടോ കൂടെ കിടക്കണ്ടേ? താങ്ങും തണലും എന്ന് പറഞ്ഞ അതാ. 18-ാം വയസ്സിലല്ല ഒരുമിച്ച് കിടക്കേണ്ടത്. തന്റെ ഭർത്താവിന്റെ കൂടെ മരിക്കുന്ന ദിവസവും കിടക്കാൻ കഴിയണം ഭാര്യയ്ക്ക്. കാരണം ആ മനുഷ്യന് നീയേ ഉള്ളൂ, നിന്റെ ഭാര്യയ്ക്ക് നീയേ ഉള്ളൂ. മക്കൾ അവരുടെ ഭർത്താക്കന്മാരോടെ കടന്നോളും. നിങ്ങൾ പരസ്പരം. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? എന്താ ഖദീജ നീ ചിരിക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളോട് പറയാ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന്. നബിതങ്ങൾ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് നീ കാണുന്നതാ അല്ലേ? പറയാറുണ്ടോ ഭർത്താവിനോട്,
എൻ്റെ പൊന്നാര ഇക്ക, നിങ്ങളുടെ ഈ താടി ഉണ്ടല്ലോ, നരച്ച താടി, എന്ത് രസമാണെന്ന് പറയണ്ടേ? ഭർത്താവിനോട് പറയണം. നബിതങ്ങൾ ഖദീജ ബീബി ഇങ്ങനെ തമാശ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു, ഒരു വല്ലാത്ത പിടുത്തം. എന്നിട്ട് ചോദിച്ചു, നബിയെ, 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരുവോ നബിയെ? എനിക്ക് പൊരുത്തം തരുവോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? എന്തേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, 25 വർഷമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങിയിട്ട് നബിയേ, നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തു പറ്റി ഖദീജ? എന്തു പറ്റി ഖദീജ? യാ റസൂലല്ലാഹ്, പോകുകയാണ് നബിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈയെടുത്തു വെച്ചു. പറയല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ. എന്തേ ഖദീജ നീ ഇങ്ങനെ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാ, നബിതങ്ങളുടെ കണ്ണ് നിറയുകയാണ്. എന്തേ ഖദീജ നീ പറയുന്നത്? എനിക്ക് നിന്നെ കുറിച്ച് പറയാ പരാതിയില്ല, എനിക്ക് നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയുമില്ല ഖദീജ. ആരാ പൊരുത്തം ചോദിച്ചതെന്നറിയുമോ ഉമ്മ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ്. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരം, ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരം. ആ കൊട്ടാരം ആർക്കും ആരുടെയും ശല്യമില്ലാത്ത ഭാഗത്ത് അല്ലാഹു പണിത് വെച്ചിരിക്കുകയാണ്. അത് ഖദീജയ്ക്കുള്ളതാണ്, അത് ഖദീജയ്ക്കുള്ളതാണ്. എന്തിനാണ് ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാ. എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ സംസാരിച്ചിട്ടില്ല. അവളാണ് ഖദീജ, ആ ഭാര്യയാണ് ഖദീജ, ആ ഭാര്യയാണ് പൊരുത്തം ചോദിക്കുന്നത്. ഇല്ല ഖദീജ, ഇല്ല ഖദീജ, എനിക്ക് നിന്നോട് പരാതിയില്ല ഖദീജ, പറയാനൊരു പരാതിയുമില്ല ഖദീജ, എനിക്ക് പൊരുത്തമാ ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്. നബിതങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ചുംബനം കൊടുക്കുകയാണ്. നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ചുംബനം കൊടുക്കുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനമായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ നബിയേ? എന്റെ ഭർത്താവായ നബിതങ്ങളോട് ഖദീജ ബീബി പറയുകയാണ്, ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഇന്നത്തെ പെൺമക്കള് പഠിക്കണേ, അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിക്കുന്ന, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കാ കൊതിക്കുന്ന പെങ്ങള്. ഖദീജ ബീവിയുടെ 3 ആഗ്രഹത്തിൽ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ
മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരു പെണ്ണും കാണണ്ട നബിയേ, ഒരു പെണ്ണ് പോലും കാണണ്ട നബിയേ. ഇത് നിങ്ങൾ കണ്ട ശരീരമാണ്. ഈ ഖദീജയെ കണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ഖദീജയുടെ ശരീരം ഇനി വേറെ ആരും കാണണ്ട നബിയേ. എന്റെ ജനാസ കുളിപ്പിക്കണം നബിയേ, എന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ. റസൂലുള്ള മിണ്ടുന്നില്ല. ഖദീജ കരയുകയാണ്. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ. എന്റെ മയ്യത്ത് കുളിപ്പിക്കാമെന്ന് സമ്മതിക്കു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് കഫം പൊതിയുമ്പോ നബിയേ, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റൂല. ഖിയാമത്ത് നാട് വരെ ഞാൻ എങ്ങനെ കിടക്കും നബിയേ? ഖിയാമത്ത് നാട് വരെ ഞാൻ ഖബറിനകത്ത് എങ്ങനെ കിടക്കാരാ? എനിക്ക് നിങ്ങളില്ലാതെ പറ്റൂല, നിങ്ങളുടെ സുഗന്ധമില്ലാതെ പറ്റൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങളുടെ ഷാള് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കുമോ നബിയേ? എന്റെ കഫം തുണിക്കകത്ത് വെക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങുമോ നബിയേ? എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാൻ, നിങ്ങൾ വേണം ആ ജനാസ ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഒരു പിടി മണ്ണ് വാരി വെക്കേണ്ടത് നിങ്ങളാ നബിയേ. ഖദീജ ബീബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. അവിടെന്ന് സമ്മതിച്ചു പെങ്ങള്. ഖദീജ ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ജനാസ കുളിപ്പിച്ചത്, നിബിതങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഫം പൊതിയുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്ത് ചുംബിക്കുകയാ. ഖദീജ ബീബിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിനകത്ത് ഇറങ്ങി. ഉമ്മ ഖദീജ ബീബിയുടെ ജനാസ അവിടുന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പിടിമണ്ണ് വാരി വെക്കുകയാണ്. ഖദീജയുടെ കഫം തുണി നനഞ്ഞുമ്മ. റസൂലുള്ളാഹിയുടെ കണ്ണുനീര് വീണിട്ട് അവിടുന്ന് ഖദീജ ബീബിയുടെ ജനാസ ഖബറടക്കുകയാണ്. പിന്നീട് നബി തങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ചു. ഖദീജയെ മറന്നില്ല, ഖദീജയെ മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഖദീജയുടെ ഫ്രണ്ട്സിന് കൊടുത്തു വിടുമായിരുന്നു, എന്റെ ഭാര്യയുടെ കൂട്ടുകാരിക്ക് കൊടുത്തു വിടുമായിരുന്നു. നബി തങ്ങൾ എന്തു പറഞ്ഞാലും പറയും, എന്റെ ഖദീജ എങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ എന്ന് പറഞ്ഞ ജീവനായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് പെങ്ങളെ, ഈ ജീവിതം അഭിനയിച്ച് തീർക്കരുത്. സ്നേഹിക്കാൻ പഠിക്കണോ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്ക്, അവിടെന്ന് ബഹുമാനിക്ക്, അവിടെന്ന് ആദരിക്ക്. പടച്ചവനെ പരസ്പരം പൊരുത്തത്തോടെ ജീവിക്ക്. അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കുടുംബമാകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ.
ആ സ്വർഗം നിർബന്ധമാകുന്ന വിഭാഗം. പടച്ചവനെ, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ നല്ലത് പറയട്ടെ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയട്ടെ. പെങ്ങളെ സ്വർഗമാ, മോളെ സഹോദരാ സ്വർഗമാ. അല്ലാഹുവേ, ആ സ്വർഗം കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, നല്ലതുപോലെ പഠിക്കും മക്കളെ. ദീനുള്ള പെണ്ണുങ്ങളായിക്കോ, ദീനുള്ള പെൺകുട്ടികളായിക്കോ, നല്ലതുപോലെ പഠിക്കാൻ അല്ലാഹു തരുന്ന അവസരമാണ്. കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് പഠിക്കു പൊന്നുമക്കളെ. നല്ലതുപോലെ പഠിച്ചാ നല്ല ജീവിതമാ. പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തന്ന അവസരമാണ്, പഠിക്ക്. കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ പഠിക്ക്. അല്ലാഹു നല്ല ദീനുള്ള മക്കളായി അല്ലാഹു നമ്മുടെ പെൺമക്കളെയൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല കാര്യമാണ്. കാരണം നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ ദീതാ. ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് സമ്പത്തോ സൗന്ദര്യമോ കുടുംബ മഹിമയല്ല, ദീൻ പരിഗണിക്കണം. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. എന്തുകൊണ്ട്? എടോ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാലുള്ള പ്രയോജനം എന്താ?